ഇത് സാധാരണ രീതിയിൽ നമ്മളൊരു ഫംഗ്ഷന് ബൊക്കെ കൊടുക്കുമ്പോൾ ആ ബൊക്കെ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് വലിച്ചെറിയുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. എന്നാൽ അതിൽ നിന്ന് എങ്ങനെ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു ബൊക്കെ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയുള്ള ചർച്ച എക്കോബ്ലിസ് എന്ന് പറയുന്ന കമ്പനിയും തിരുവോണം നഴ്സറി എന്ന് പറയുന്ന വേറെ കമ്പനിയും നടത്തിയതിൻ്റെ പരിണിത ഫലമാണ് ഈ ലൈവ് ബൊക്കെ കൊയർവ എന്ന പേരിൽ നാമകരണം ചെയ്ത് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഈ ബൊക്കെ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് ഒരു ഇൻഡോർ പ്ലാന്റായിട്ട് യൂസ് ചെയ്യുകയും കൂടാതെ വരുന്ന അതിഥികളെ നമുക്ക് കേരളത്തിൻ്റെ തനത് പ്രൊഡക്റ്റായ കൊയറും പിന്നെ ജീവിച്ചിരിക്കുന്ന ചെടിയും അതിൻ്റെ ഉള്ളിൽ 1-2 റോസാപ്പൂക്കളും കൂടെ ആഡ് ചെയ്ത് വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് കൊടുക്കുകയും കിട്ടുന്ന വ്യക്തി അത് അതാ മേശപ്പുറത്തോ അല്ലെങ്കിൽ കാലിൻ്റെ സൈഡിലോ വെക്കാതെ അത് സ്വന്തം നെഞ്ചോട് ചേർക്കുകയോ അല്ലെങ്കിൽ കൈയോട് കൂട്ടിപ്പിടിച്ചുകൊണ്ട് പോകുന്ന അവസരങ്ങൾ കൊണ്ടുപോയി വീട്ടിലോ ഓഫീസിലോ ഒരു ഹാങ് ചെയ്ത് ഒരു ഇൻഡോർ പ്ലാന്റായി ഒരു ഗിഫ്റ്റായി ഇതിനെ മാറുന്നു. ഇതാണ് ഒരു കൊയർ ബൊക്കയുടെ വ്യത്യസ്തത. ഇതിൽ നിലവിലിരിക്കുന്ന ജീവിച്ചിരിക്കുന്ന ചെടി തന്നെ ഇതിനകത്തിരിക്കുന്നത്. ഇതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ സി പ്ലാന്റോ അതല്ലെങ്കിൽ ഇതുപോലെ വരുന്ന മറ്റ് പ്ലാന്റുകളായ ആന്തൂറിയമോ അങ്ങനെയെല്ലാം ഇതിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ വേറെ ഭംഗിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. 3-4 തരത്തിലുള്ള ബൊക്കകളാണ് ഉപയോഗിക്കുന്നത്. ഇത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ ബൊക്കയാണ്. സാധാരണ നമ്മൾ പ്ലാസ്റ്റിക് ചട്ടികളാണ് വീടുകളിൽ ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് ഒരു വ്യത്യസ്തത ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ കൊയർ പോട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലെ കൊയർ പോട്ടുകൾ പലതരത്തിലുണ്ട്. ഇത് ടേബിൾ പോട്ടാണ്. ഇതിലേക്ക് നേരിട്ട് നമുക്ക് പ്ലാന്റ് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണ കൊയറിൻ്റെ ഇതൊരു റബ്ബർ കോട്ടിങ് ഇതിൻ്റെ അകത്തുണ്ട്. സിന്തറ്റിൻ്റെ റബ്ബർ കോട്ടിംഗ് ഉണ്ട്. ഒരു ചെടി വളരാനുള്ള എല്ലാവിധ എയർ സർക്കുലേഷൻ ഇതിൽ കിട്ടും. അപ്പോൾ ഒരു ചെറിയ ചെടി പോലും കാലങ്ങളോളം ഇതിൻ്റെ അകത്ത് ഒരല്പ വെള്ളത്തിൽ ജീവിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക്കിനെ നമുക്ക് എങ്ങനെ മാറ്റാം എന്നതിന് ഒരു ചെറിയ ഉദാഹരണമാണ് ഇത്തരം കൊയർ പ്രൊഡക്ട്സുകൾ. ഈ കൊയർ പ്രൊഡക്റ്റ് ഇപ്പോൾ ഈ ഇരിക്കുന്ന ചെടി ഇത് കലാത്തിയുടെ ഒരു ചെടിയാണ്. ഇതിരിക്കുന്നത് ഒരു കോർണർ പോട്ടിലാണ് ഇരിക്കുന്നത്. ഇത് സി പ്ലാന്റ് ആണ്. ഇതിരിക്കുന്നത് ഒരു കോർണർ പോട്ടിലാണ്. ഇത് കലാത്തിയുടെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. അപ്പം ഇത് അഗ്ലോണിമയുടെ വെറൈറ്റിയാണ്. ഇത്തരം പ്ലാന്റുകളെല്ലാം തന്നെ പ്ലാസ്റ്റിക്കോ സെറാമിക്കോ പോട്ട്സുകളോ അല്ലാതെ തന്നെ ഇത്തരം പോട്ട്സുകളിൽ വളരും എന്നതിന് ഒരു ചെറിയ ഉദാഹരണമാണ് ഈ പറയുന്നത്. സാധാരണ നമ്മൾ ഭീമമായ തുക കൊടുത്ത് സെറാമിക് പോട്ട്സുകൾ വാങ്ങിച്ച അലങ്കാര വസ്തുവായിട്ട് നമ്മൾ വെക്കാറുണ്ട്. പക്ഷേ ഇത് നിസാരമാവുന്ന ഒരു 350 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പോട്ട് കിട്ടും. ഈ ഒരു പോട്ടിനെ നമുക്ക് ഇതുപോലെ തന്നെ പ്ലാന്റ് നിറച്ച് വെക്കാം. സെറാമിക്കിന് ഇതേ സൈസുള്ള ഒരു സെറാമിക് വാങ്ങിക്കണമെങ്കിൽ വേറെ മിനിമം നമുക്ക് ഏകദേശം 550, 600 രൂപ കൊടുക്കേണ്ടതായിട്ട് വരും. അതിലൊരു അല്പം അലങ്കാരം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ക്യാഷ് കൂടുതലാവും. അത് നിലത്ത് വീണ പൊട്ടും. എന്നാൽ കൊയർ ബൊക്കയ്ക്കുള്ള പോലെ തന്നെ കൊയർ പോട്ട്സിനും കൊയർ ടേബിൾ ടോപ്പിനും നിലത്ത് വീണ് കഴിഞ്ഞാൽ ഈ സാധനം നഷ്ടപ്പെടുകയില്ല. വീണ്ടും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ കൊതുകിൽ നിന്ന് സംരക്ഷണം നേടാൻ വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം. കാരണം ഇത് ഇപ്പോൾ 2-3 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ഇത് അല്പം തീ കൊടുത്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന അടുത്ത് വെച്ച് കഴിഞ്ഞാൽ കൊതുക് ഇതിൽ നിന്ന് അകന്നു പോകുന്നതായിട്ടും കാണാം. അപ്പോൾ അങ്ങനെയും ഒരു ഫ്യൂച്ചറിൽ ഇതിനൊരു ഭാവി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കേണ്ടതാണ്.